നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷനൊക്കെ കഴിഞ്ഞ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ ഇപ്പോൾ 28 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ കനത്ത തോൽവി, അതായത് സംസ്ഥാന സർക്കാരിനുണ്ടായ കനത്ത തോൽവി പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കൊണ്ട് വരുമെന്നത് തീർച്ചയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്ന് നമുക്കിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആലത്തൂരും തൃശ്ശൂരുമൊക്കെ ഭരണപക്ഷവും ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ CPIയുടെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ചയാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം UDF ആണെന്ന രീതിയിൽ തന്നെ ഭരണപക്ഷവും ഇതിനെ പ്രതിരോധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആരോപണങ്ങളും വന്നിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ താമസിച്ചുള്ള പെൻഷൻ വിതരണം കാരണമാണ് സംസ്ഥാനത്ത് ഇത്രയും ഒരു വലിയ തോൽവി ഉണ്ടാകാൻ കാരണമെന്ന പല നേതാക്കളും അഭിപ്രായപ്പെട്ടതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇന്ന് നിയമസഭയിൽ മുഴങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 1600 രൂപ പെൻഷൻ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇപ്പോൾ 1600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കേന്ദ്ര വിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ ഒരു തുക, അതായത് കേന്ദ്ര വിഹിതം, അതായത് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാരാണ് അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങുമ്പോൾ നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. വിശദമായ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്